പുതുക്കിപ്പണിത മഞ്ചേരി പഴയ ബസ് സ്റ്റാൻഡിന്റെ രണ്ടാം നിലയിൽ കൊല്ലം സ്വദേശിയായ നിർമ്മാണ തൊഴിലാളി പ്രകാശിനെ രക്തത്തിൽ കുളിച്ച നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒളിവിൽ പോകാൻ ശ്രമിച്ച എടക്കര സ്വദേശി പാലക്കാത്തടത്തിൽ ജോബിനെ മഞ്ചേരി പോലീസ് പിടികൂടി. കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെയാണ് പ്രകാശിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ആദ്യം അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് മലപ്പുറം ഡിവൈഎസ്പി സുഭാഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം വ്യാപിപ്പിക്കുകയായിരുന്നു. CCTV ദൃശ്യങ്ങളും പ്രകാശിന്റെ കൂടെ ജോലി ചെയ്തിരുന്നവരെ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ജോബിനെ കുറിച്ച് സൂചന ലഭിക്കുന്നത്. സംഭവ ദിവസം രാത്രി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇയാളുടെ സംശയാസ്പദമായ സാന്നിധ്യം CCTVയിൽ പതിഞ്ഞിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തുനിൽക്കുകയായിരുന്ന പ്രതിയെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. സംഭവത്തെക്കുറിച്ച് പോലീസ് നൽകുന്ന വിവരങ്ങൾ ഇങ്ങനെ. സംഭവ ദിവസം രാത്രി മദ്യലഹരിയിലായിരുന്ന ഇരുവരും തമ്മിൽ മുൻപ് പ്രകാശിന്റെ പണവും മദ്യവും നഷ്ടപ്പെട്ടതിനെ ചൊല്ലി വാക്കേറ്റമുണ്ടായി. തുടർന്ന് പ്രതി പ്രകാശിനെ ക്രൂരമായി മർദ്ദിക്കുകയും ചവിട്ടി അവശനാക്കുകയും ചെയ്തു. അവശനായ പ്രകാശിന്റെ കൈവശമുണ്ടായിരുന്ന പണം തട്ടിയെടുത്ത ജോബിൻ ആ പണം ഉപയോഗിച്ച് ബിവറേജിൽ നിന്ന് വീണ്ടും മദ്യം വാങ്ങി കഴിച്ചു. തിരികെ സംഭവസ്ഥലത്തെത്തിയ പ്രതി അവിടെ കിടന്ന ഒഴിഞ്ഞ ബിയർ കുപ്പിയെടുത്ത പ്രകാശിന്റെ തലയ്ക്കും മുഖത്തും ശക്തമായി അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് തന്നെ കിടന്നുറങ്ങിയ പ്രതി പുലർച്ചെ വീണ്ടുമെത്തി പ്രകാശൻ മരിച്ചുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഒളിവിൽ പോയത്. ഈ ചാനൽ ന്യൂസ് മഞ്ചേരി.